വെൽക്കം ബാക്ക് ടു രാഗീസ് മാത്സ് ഫോർ യു. ഇത് നമ്മള് പോളിനോമിയൽസിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, പാർട്ട് 4 ആണ്. അപ്പോൾ ഇതിനു മുന്നത്തെ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇതിപ്പോ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ഓൾ ദി സീറോസ് ഓഫ് 2x raised to 4 minus 3x cube minus 3x square plus 6x minus 2 if two of its zeros are root 2 and negative root 2. ഓക്കെ, ഇതൊരു 4th ഡിഗ്രി പോളിനോമിയൽ ആണ്. അപ്പോൾ ഇതിന് എത്ര സീറോസ് ഉണ്ടാവും? 4 സീറോസ് ഉണ്ടാവും. ഓക്കെ, അതിന്റെ 2 സീറോസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 സീറോസും കൂടി കണ്ടുപിടിക്കണം. ഫൈൻഡ് ഓൾ ദി സീറോസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 4 സീറോസ് ഉണ്ട്, അതിൽ 2 സീറോസ് നമുക്ക് തന്നിട്ടുണ്ട്. 2 സീറോസും കൂടി കണ്ടുപിടിക്കണം. അപ്പൊ ഇത് നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ടാണ്. നമുക്ക് അറിയാം ഒരു പോളിനോമിയലിനെ വേറെ പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ, ആ മെത്തേഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോ നമുക്ക് ഡിവൈസർ വേണം. ഇപ്പൊ പി ഓഫ് എക്സേ ഉള്ളൂ ഇവിടെ, പക്ഷെ ഡിവൈസർ ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം ഡിവൈസർ കണ്ടുപിടിക്കുക. അത് തന്നിരിക്കുന്ന റൂട്ടിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ അതിന്റെ കോഷ്യന്റിനെ നമ്മൾ വീണ്ടും ഫാക്ടറൈസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് സീറോസ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ആദ്യം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഡിവൈസർ കണ്ടുപിടിക്കും. ഡിവൈസർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 2 സീറോസ് root 2 ആൻഡ് നെഗറ്റീവ് root 2 ആണ്. അപ്പൊ root 2 ഫാക്ടർ ആയതുകൊണ്ട് നമുക്ക് root 2 സീറോ ആയതുകൊണ്ട് ഇതിന്റെ ഫാക്ടർ നമുക്ക് ഇങ്ങനെ എഴുതാം: എക്സ് മൈനസ് root 2 ആണ് ഫാക്ടർ. കാരണം ഇത് എക്സിന്റെ വാല്യൂ ആണ്. പക്ഷെ നമ്മൾ ഫാക്ടർ എടുക്കുമ്പോൾ ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ നമ്മള് നെഗറ്റീവ് എടുക്കണം. എക്സ് മൈനസ് root 2 ആണ് ഫാക്ടർ വരാം. ഇവിടെ നെഗറ്റീവ് root 2 ആണ്. അപ്പോ ഫാക്ടർ വരുന്നത് എക്സ് പ്ലസ് root 2 ആണ് എടുക്കേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ സീറോസ് എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ ആണ് root 2ഉം നെഗറ്റീവ് root 2ഉം. അപ്പൊ ഫാക്ടർ എടുക്കുമ്പോൾ പ്ലസ് ആണെങ്കിൽ ഫാക്ടർ എഴുതുമ്പോൾ നെഗറ്റീവ് ആക്കി എഴുതാം, ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കി എഴുതാം. അപ്പൊ സിൻസ് root 2 ആൻഡ് നെഗറ്റീവ് root 2 ആർ ദ സീറോസ്, നമുക്ക് എന്തെന്ന് പറയാം? എക്സ് മൈനസ് root 2 ഇൻറ്റു എക്സ് പ്ലസ് root 2 എന്ന് പറയുന്നത് ഇതിന്റെ പ്രോഡക്റ്റ്. ഈ രണ്ട് ഫാക്ടേഴ്സിന്റെയും പ്രോഡക്റ്റ് എന്തായിരിക്കും? ഇറ്റ്സ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ ആ ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ച് ഇതിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഡിവൈസർ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന സീറോസിൽ നിന്ന് ഫാക്ടർ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ പ്രോഡക്റ്റ് എടുക്കുക. ഓക്കെ, അപ്പൊ എക്സ് മൈനസ് root 2 ഇൻറ്റു എക്സ് പ്ലസ് root 2. ഇതെന്താ കിട്ടുക? നമ്മുടെ ഐഡന്റിറ്റി ആണ്. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. അപ്പൊ ഈ ഐഡന്റിറ്റി വെച്ച് ചെയ്യാം. എന്ത് കിട്ടും? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലെ. ഐഡന്റിറ്റി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ആണ്, root 2 ബി എന്ന് പറയുന്നത് root 2 ആണ്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് root 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ് സ്ക്വയർ മൈനസ് 2. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നത് സീറോ അല്ല, ഫാക്ടർ ഓഫ് 2x raised to 4 minus 3x cube minus 3x square plus 6x minus 2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 2x raised to 4 minus 3x cube minus 3x square plus 6x minus 2. അപ്പൊ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. അപ്പോ എക്സ് സ്ക്വയർ മൈനസ് 2 ഇതാണ് നമ്മുടെ ഡിവൈസർ. നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യം എന്താ ചെയ്യേണ്ടത്? 2x raised to 4 divided by x square. 2x raised to 4 divided by x square. എന്താ കിട്ടുക? 2x square. That is the first term of quotient. 2x square. Then multiply ചെയ്യാം. 2x square into x square 2x raised to 4. 2x square into negative 2 minus 4x square ആണ്. അപ്പൊ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ലൈക്ക് ടേംസിന്റെ താഴെ തന്നെ എഴുതാൻ ശ്രമിക്കുക. ഇവിടെ ക്യൂബ് ആണ്, അപ്പൊ ഇവിടെ ഒന്നുമില്ല, നമ്മൾ സ്ക്വയറിന്റെ താഴെ തന്നെ എഴുതാം. then subtract, change the sign. 2x raised to 4 cancel, minus 3x cube plus minus 3 plus 4 ആണ്, അപ്പൊ plus 1x square. then put on this plus 6x minus 2. again divide minus 3x cube divided by x square, that equal to minus 3x. This is the second term, minus 3x
multiply minus 3x x cube minus 3x into minus 2 minus 6x minus 6 plus 6x. Then change the sign. First term cancel, x square ഈ ടേം cancel ആയി minus 2. Again x square by x square equals 1. Third term of the quotient is 1. Again multiply x square into 1 x square minus 2 into 1 is minus 2. സെയിം ആണ് കിട്ടുക. കാരണം എന്താ വെച്ചാല് ഈ ഡിവൈസർ എന്ന് പറയുന്നത് ഫാക്ടർ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും റിമൈൻഡർ 0 ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഇവിടെ റിമൈൻഡർ 0 ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടാവും, ശ്രദ്ധിക്കണം. ക്യാൻസൽ 0. ഇപ്പൊ റിമൈൻഡർ 0 കിട്ടി. അപ്പൊ നമ്മുടെ ക്വോഷ്യന്റ് എന്താണ്? 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 ആണ്. ഇതിന് നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ക്യൂ ഓഫ് എക്സ്. ഇതിന് നമ്മള് ഫാക്ടറൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അടുത്ത രണ്ട് സീറോസും കൂടി കിട്ടുന്നത്. അപ്പൊ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. അപ്പൊ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഫാക്ടേഴ്സ് കിട്ടും. എന്നിട്ട് 0 കണ്ടുപിടിക്കുക. അപ്പൊ 2 zeros കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഫാക്ടറൈസ് ചെയ്യുന്നത് ബൈ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. ഓക്കെ, അതിന് നമുക്ക് ആദ്യം 2 നമ്പേഴ്സ് നമ്മൾ ഈ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ സമ്മ് -3 ആൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2 ആവുന്ന 2 നമ്പേഴ്സ് ഏതാ? 2ഉം 1ഉം ആയിരിക്കും അല്ലെ. അപ്പൊ 2x സ്ക്വയർ മൈനസ് 2x മൈനസ് 1x പ്ലസ് 1. കാരണം -2x മൈനസ് x മൈനസ് 3x മൈനസ് 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 2 കിട്ടും. ഓക്കെ, then 2x കോമൺ ഫാക്ടർ എടുക്കുക. 2x into x minus 1. ഇവിടെ മൈനസ് കോമൺ എടുക്കുക. -1 കോമൺ എടുക്കുക. അപ്പോ x minus 1. ഈ ബ്രാക്കറ്റ് ഫസ്റ്റ് ബ്രാക്കറ്റ് തന്നെയായിരിക്കണം സെക്കൻഡ് ബ്രാക്കറ്റിലും വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് കോമൺ എടുത്തത്. then x minus 1 into 2x minus 1. ഇത് ഫാക്ടർ ആണ്. ഇനി സീറോസ് കാണാനായിട്ട് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യാം. x minus 1 equal to 0 and 2x minus 1 equal to 0. x equal to 1 and 2x equal to 1, x equal to 1 by 2. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് 2 സീറോസ്. ഫസ്റ്റ് തന്നിരിക്കുന്ന സീറോസ് √2 ആൻഡ് -√2 ആണ്. ഇപ്പൊ നമുക്ക് കിട്ടിയത് 1ഉം 1 by 2. അപ്പോൾ ഓൾ ദ സീറോസ് എന്ന് പറയുന്നത് സീറോസ് ഓഫ് p of x are √2, -√2, 1, 1 by 2. അടുത്ത ക്വസ്റ്റ്യൻ എക്സസൈസ് 2.3 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫൈൻഡ് ഓൾ ദ സീറോസ് ഓഫ് 3x⁴ plus 6x³ minus 2x square minus 10x minus 5 if 2 of its zeros are √5/3 and -√5/3. ഓക്കെ, അപ്പൊ സെയിം തന്നെയാണ് നമ്മള് ഡിവൈസർ കണ്ടുപിടിക്കണം ആദ്യം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് ഡിവൈസർ കാണാനായിട്ട് നമുക്ക് a + b × a - b വെച്ച് ചെയ്യാം. ഓക്കെ, ഫാക്ടർ കണ്ടെത്തിയിട്ട് ഐഡന്റിറ്റി ഉപയോഗിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഇത് 2 സീറോസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എഴുതാം. നമുക്കറിയാലോ ഫോം എങ്ങനെയാണെന്ന് അല്ലെ. എന്താ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ? k × x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ x പ്ലസ് ആൽഫ ബീറ്റ അല്ലെ. ഇതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പൊ 2 സീറോസ് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ചൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യാം. ആ മെത്തേഡും കൂടി ഒന്ന് നോക്കാം. ഈ 2 മെത്തേഡും കറക്റ്റ് ആണ്. ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ കാണണം അല്ലെ. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽസ് എന്താ കിട്ടുക? ആൽഫ എന്ന് പറയുന്നത് √5/3 അല്ലെ. √5/3 പ്ലസ് ഇത് മൈനസ് ആണ്. അപ്പൊ മൈനസ് √5/3 കിട്ടും. അത് 0 കിട്ടും. അതായത് സമ്മ 0 ആയിപ്പോയി. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആകുമ്പോൾ സമ്മ 0 ആയിരിക്കും. ദെൻ ആൽഫ ബീറ്റ പ്രോഡക്റ്റ് √5/3 ഇൻറ്റു -√5/3 എന്ന് പറഞ്ഞാൽ എന്താ? 5/3 -5/3 വരും. ഓക്കെ, ആൽഫ ബീറ്റ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ k × x²
സമ്മ് 0 ആണ്. അപ്പൊ ഈ ടേം 0 ആയി പോയി. ഓക്കെ, മൈനസ് ആയാലും പ്ലസ് 0 മൈനസ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് -5/3. ഓക്കെ, അപ്പൊ k ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 5/3. ഓക്കെ, അപ്പൊ ഇതിൽ k എന്നുള്ളത് എന്താ, ഇവിടെ 3 ആണ് ഡിനോമിനേറ്റർ. അപ്പൊ നമുക്ക് k = 3 എന്ന് കൊടുക്കുക. അപ്പൊ എന്ത് വരും, 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 5/3 എന്ന് വരും. അതെന്താ കിട്ടുക, 3x സ്ക്വയർ മൈനസ് 5. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഡിവൈസർ. അപ്പൊ ഇങ്ങനെയും ചെയ്യാം, ഇതും ഒരു മെത്തേഡ് ആണ്. ഓക്കെ, നമുക്ക് ഈ ഡിവൈസർ കൊണ്ട് പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഡിവൈസർ എന്താ, 3x സ്ക്വയർ മൈനസ് 5. ഓക്കെ, 3x raised to 4 plus 6x cube minus 2x square minus 10x minus 5. 3x square minus 5. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിലെ. ഓക്കെ, ഡിവൈഡ് ചെയ്യാം. 3x raised to 4 divided by 3x square. 3 cancel. X raised to 4 divided by x square. Okay, then x square multiply 3x raised to 4, then x square into minus 5 x square minus 5 x square. The term illa 0 ആണ്. Okay, then change the sign, cancel. 6x cube plus 3x square minus 10x minus 5. Again 6x cube divided by 3x square. 3 2s are 6, then 1x, then 2x, x cube by x square x. The next term is plus 2x. Then again multiply 2x into 3x square, 6x cube minus 10x. Then change the sign and subtract. 3x square minus 5. ഈ ടേമും 0 ആയി. Okay, then again 3x square by 3x square equal to 1. The next term is 1. Multiply 3x square minus 5. 1 into 3x square minus 5. 3x square minus, then subtract ചെയ്യുമ്പോൾ 0 കിട്ടും. റിമൈൻഡർ 0. അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഡിവൈസർ ഫാക്ടർ ആണെങ്കിൽ റിമൈൻഡർ എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് കോഷ്യന്റിനെ ഫാക്ടറൈസ് ചെയ്യാം. കോഷ്യന്റ് ഇതാണ്, x square plus 2x plus 1. Splitting the middle term. Sum 2ഉം plus 2ഉം പ്രോഡക്റ്റ് 1 ആയിട്ടുള്ളത് 1 തന്നെയാണ്. അപ്പോൾ x square plus x plus 1. ഓക്കെ, എന്ത് വരും, x കോമൺ എടുക്കുക. അപ്പോൾ x plus 1 plus x plus 1, then x plus 1 into x plus 1. ഓക്കെ, കാരണം x plus 1 whole square ആണ്. x square plus 2x plus 1, then equal to 0. Then x plus 1 equal to 0, then x equal to minus 1. x plus 1 equal to 0, x equal to minus 1. അപ്പോൾ ഇവിടെ ഈക്വൽ റൂട്ട്സ് ആണ് കിട്ടിയത്. അപ്പോൾ 2 zeros എന്ന് പറയുന്നത് √5/3 ആൻഡ് നെഗറ്റീവ് √5/3. ഇപ്പൊ കിട്ടിയത് -1 അല്ലേ. അപ്പോൾ zeros of p of x are √5/3, minus √5/3, -1. Okay. അടുത്ത ക്വസ്റ്റ്യൻ 2.3 ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഓൺ ഡിവൈഡിംഗ് x³ - 3x² + x + 2 by a polynomial g of x, the quotient and remainder were x - 2 and -2x + 4 respectively. Find g of x. Okay, അപ്പോൾ അതായത് p of x തന്നിട്ടുണ്ട്, x³ - 3x² + x + 2, q of x x - 2, r of x -2x + 4. ഫൈൻഡ് g of x. ഡിവൈസർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഡിവിഡൻഡ് തന്നിട്ടുണ്ട്, കോഷ്യന്റ് ഉണ്ട്, റിമൈൻഡർ ഉണ്ട്. അപ്പൊ നമ്മുടെ ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് ഇത് എഴുതാം, എന്നിട്ട് g of x കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ ഡിവിഷൻ തന്നെയാണ് വരുന്നത്.
പക്ഷെ നമ്മള് ഡിവൈഡ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ കോഷ്യന്റ് റിമൈൻഡർ അല്ലേ ഉള്ളത്, അപ്പൊ അത് ചെയ്തിട്ട് വേണം. അപ്പൊ എന്താ ഡിവിഷൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് എന്നാണ്. അപ്പൊ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ പി ഓഫ് എക്സ് എന്താ നമുക്ക് എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് എക്സ് പ്ലസ് 2 ഈക്വൽസ് ക്യൂ ഓഫ് എക്സ് എക്സ് മൈനസ് 2 ഇൻറ്റു ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് അറിയില്ല, നമുക്ക് കണ്ടുപിടിക്കണം, അപ്പൊ അതങ്ങനെ തന്നെ എഴുതാം. പ്ലസ് ആർ ഓഫ് എക്സ് മൈനസ് 2x പ്ലസ് 4. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ റിമൈൻഡറിനെ LHS ലേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് വരും? എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് എക്സ് പ്ലസ് 2. ഇവിടെ മൈനസ് ആണ്, അപ്പൊ ഈ സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് ആവും. ഓക്കെ, മൈനസ് 2 പ്ലസ് 2x മൈനസ് 4. ഇവിടെ പ്ലസ് 4 ആണ്. ഓക്കെ, ഈക്വൽസ് എക്സ് മൈനസ് 2 ഇൻറ്റു ജി ഓഫ് എക്സ്. ഇപ്പൊ ഇവിടെ ലൈക്ക് ടേംസ് ഉണ്ട്, അത് നമുക്ക് ആഡ് ചെയ്യാം. എക്സ് ക്യൂബ് മൈനസ് 3x², ഇവിടെ പ്ലസ് എക്സ് പ്ലസ് 2x ഉണ്ട്, കോഎഫിഷ്യൻസ് ആഡ് ചെയ്യാം. ഇവിടെ 1 ആണ്, അപ്പൊ 1 പ്ലസ് 2 3. അപ്പൊ 3x പ്ലസ് 2 മൈനസ് 4 മൈനസ് 2. ഓക്കെ, അപ്പൊ ഇതാണ് പി ഓഫ് എക്സ് കിട്ടിയത്. ഈക്വൽസ് എക്സ് മൈനസ് 2 ഇൻറ്റു ജി ഓഫ് എക്സ്. ഇനി എക്സ് മൈനസ് 2 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, എക്സ് മൈനസ് 2 ഇൻറ്റു ജി ഓഫ് എക്സ്. അപ്പൊ ഈ എക്സ് മൈനസ് 2നെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഇത് ഡിവിഷൻ ആവും. അപ്പൊ ജി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 3x മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. അപ്പൊ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 3x മൈനസ് 2നെ എക്സ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യന്റ്, അതാണ് നമ്മുടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കണ്ടുപിടിക്കാം. അപ്പൊ ഇനി ഇതിന്റെ ഡിവൈഡ് ലോങ് ഡിവിഷൻ, നമ്മൾ നോർമൽ ലോങ് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കിട്ടുന്ന കോഷ്യന്റ് ആണ് ഇതിന്റെ ഈ ജി ഓഫ് എക്സിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഇതാണ്. ഡിവിഷൻ ഞാൻ ഇവിടെ ചെയ്യുന്നില്ല, കാരണം വീഡിയോ അധികം ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ചെയ്യുന്നില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.